കനത്ത മഴയിൽ പറപ്പൂക്കര രാപ്പാൾപള്ളത്ത് കുറുമാലിപ്പുഴയുടെ ബണ്ട് ഇടിഞ്ഞു. കാലവർഷത്തിൽ പുഴ ഗതിമാറി ഒഴുകുമെന്ന ഭീതിയിൽ പ്രദേശവാസികൾ. 15 മീറ്ററോളം ബണ്ടാണ് പുഴയിലേക്ക് ഇടിഞ്ഞത്. ബണ്ടിനോടൊപ്പം പുഴയോരത്ത് നിന്നിരുന്ന 2 വൻമരങ്ങളും പുഴയിലേക്ക് പതിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് ബണ്ട് ഇടിഞ്ഞത്. ബണ്ട് ഇനിയും ഇടിയുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. പുഴയ്ക്ക് കുറുകെ വീണുകിടക്കുന്ന മരങ്ങൾ ഒഴുക്കിന് തടസ്സമാക്കുന്നുണ്ട്. അതിനാൽ ഇടിഞ്ഞ ഭാഗത്തേക്ക് വെള്ളമൊഴുകി ബണ്ടിന്റെ കൂടുതൽ ഭാഗങ്ങൾ ഇടിയാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ബണ്ട് തകർന്ന് പുഴ ഗതിമാറി ഒഴുകിയാൽ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറും. ബണ്ടിന്റെ ഒരു വശം പുഴയിലേക്ക് ഇടിഞ്ഞതോടെ ബണ്ടിന് ബലക്ഷയം സംഭവിച്ചതായും നാട്ടുകാർ പറയുന്നു. ബണ്ട് തകർന്നാൽ 100 കണക്കിന് വീട്ടുകാരെയാണ് ബാധിക്കുക. 2018 പ്രളയത്തിൽ ഈ പ്രദേശത്ത് ബണ്ട് ഇടിഞ്ഞ് പുഴ ഗതിമാറി ഒഴുകിയിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ പുഴ കവിഞ്ഞൊഴുകുമെന്ന ഭീതിയിൽ വീട്ടുകാർ മാറി താമസിക്കുകയാണ് പതിവ്. ബണ്ട് ഇടിഞ്ഞ ഭാഗത്ത് മണൽച്ചാക്കുകൾ കൊണ്ട് താൽക്കാലികമായി ബണ്ട് കെട്ടണമെന്നും പുഴയിൽ വീണുകിടക്കുന്ന മരങ്ങൾ എടുത്തുമാറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. 2018-19 ആണ് വൻ പ്രളയത്തിൽ ഈ ബണ്ടിൻ്റെ പല ഭാഗങ്ങൾ ഇടിഞ്ഞു. അതുപോലെ തന്നെ പുഴ കരകവിഞ്ഞൊഴുകിയാണ് അന്നത്തെ പ്രളയം ഇവിടെ ഉണ്ടായത്. അതിനുശേഷം 2019 ശേഷം ഓരോ വർഷങ്ങളിലും പുഴയിൽ വെള്ളം കനത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഈ താമസം മാറിപ്പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് ഈ ബണ്ടിൻ്റെ ശോചനാവസ്ഥ നിലനിന്നിരുന്നത്. ശരിയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അനുഭവം വന്നുപെട്ടിരിക്കുന്നത്. മരം കടപുഴകി വീണ് ബണ്ട് ഏകദേശം 15 മീറ്ററോളം നീളത്തിലും ഒരു 6 മീറ്ററോളം ആഴത്തിലും പുഴയിലേക്ക് ഒലിച്ചു പോയി കഴിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞത് ആനന്ദപുരം മുരിയാട് ഏരിയയിലേക്ക് വെള്ളം, ആനന്ദപുരം മുരിയാട് ഭാഗങ്ങളിലേക്ക് വരെ വെള്ളത്തു, ചേർപ്പ് പഞ്ചായത്തിലേക്ക് വെള്ളത്തു, വല്ലച്ചിറ പഞ്ചായത്തിലേക്ക് വെള്ളത്തു. ഇത് പൊട്ടി ഇവിടെ പൊട്ടി കഴിഞ്ഞാൽ ചെല്ലവെള്ളത്തെ അങ്ങടാ അവിടേക്കാ ഈ പുഴ എവിടെ ചെല്ലണം, ഈ പുഴയിലേക്ക് ഈ വെള്ളം തിരിച്ചു ചെല്ലണം. എത്രയും വേഗം ഇടിഞ്ഞ ബണ്ട് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജില്ലാ കളക്ടർക്കും പുതുക്കാട് MLAയ്ക്കും പരാതി നൽകി.